ഹായ്, വെൽക്കം ടു നീക്കുട്ടീസ് വ്ലോഗ്. ഇന്നലെ രാത്രിയിൽ ഞാൻ ഈ കടല വെള്ളത്തിലിട്ടത് രാവിലെ പുട്ടിന് കറിയാക്കാനാണ്. രാവിലെ ഞാൻ പ്ലാനൊന്ന് മാറ്റി പിടിച്ചു. അല്ലേലും പുട്ടിന് പഴം തന്നെയാണ് നല്ലത്. ഇതാകുമ്പോൾ ഊണിന് ഇനി മറ്റൊരു മെഴുക്കുവരട്ടിയൊന്നും ഉണ്ടാക്കണ്ട. കടല നന്നായി കഴുകി വാരി കുക്കറിലിട്ടു. ഒരു പിടി ഉപ്പും 1.5 ഗ്ലാസ് വെള്ളവും കുറച്ച് മഞ്ഞളും ചേർക്കാം. ഇനി കടല വേകുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 മല്ലിയില, ഇത് നമ്മുടെ മുറ്റത്തുണ്ടായതാണ്. ഒരു തണ്ട് കറിവേപ്പില, ഇത് നമ്മുടെ സ്വന്തം. ചെറിയ കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, 2 സവോള. ഇനി നമുക്ക് ഈ സവോള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ ഈ ചോപ്പറിലാണ് സവോള അരിയാൻ പോകുന്നത്. കാര്യം എന്താണെന്നോ, എനിക്കിങ്ങനെ കുനുകുന അരിയുന്നത് ലേശം മടിയാണേ. നിങ്ങളെങ്ങനെയാണ്? നിങ്ങൾക്കറിയോ ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിയാൻ? ഇതാവുമ്പോൾ എത്ര എളുപ്പത്തിൽ പണി കഴിയും. സവോള ചെറുതായി മുറിച്ച് ചോപ്പറിലേക്കിട്ട് ഈ നൂലിങ്ങനെ വലിച്ചു വിട്ട് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് സവോള എത്ര എളുപ്പത്തിൽ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ അടുക്കളയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എത്രയോ വേഗത്തിൽ നമ്മുടെ ജോലികൾ ഈസിയായി കഴിഞ്ഞ് കിട്ടുന്നത് പോലെ തോന്നും. ചിലർക്ക് പക്ഷേ ഇത് ഉപയോഗിക്കുന്നതും ഈ ചോപ്പർ കഴുകുന്നതും ഒക്കെ ആയിരിക്കും പണിയായിട്ട് തോന്നുക അല്ലേ? ശരിയാണ്, എന്തായാലും പണി തന്നെ. എങ്കിൽ പിന്നെ മെനക്കെട്ടേക്കാം. ഓക്കെ, ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് താളിക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും തേങ്ങാക്കൊത്തും ഇട്ട് നന്നായിട്ട് വഴറ്റാം. ഈ തേങ്ങാക്കൊത്ത് ഈ കറിക്ക് നല്ല സ്വാദ് കൊടുക്കുവേ. എനിക്കല്ലെങ്കിൽ ഇതുപോലെയുള്ള ഉലർത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലെ തേങ്ങാക്കൊത്ത് പെറുക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കോ? ഇത് നല്ല രീതിയിലൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് സവോളയും പച്ചമുളകും അല്പം ഉപ്പും ചേർക്കാം. ഈ ഉപ്പ് ഈ സവോളയുടെ ആവശ്യത്തിനുള്ളത് മതി കേട്ടോ. കാരണം നമ്മൾ കടലയിൽ ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ടിരുന്നല്ലോ. എല്ലാം കൂടി ഉപ്പ് അധികം ആവണ്ട. ഇനി നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കാം. ഇനി കുക്കറിലെ വേവിച്ച കടല ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം. അങ്ങനെ മൂടി വെച്ച് വേവിക്കുമ്പോഴേക്കും ഈ പൊടികളെല്ലാം പച്ചമണമൊക്കെ മാറി ഈ കടലയുമായിട്ട് ചേർന്ന് നല്ല രീതിയിൽ ഒന്ന് സെറ്റാവും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അല്ലേ? ഇനി മൂടി തുറന്നു വരുമ്പോഴോ സ്വാദിഷ്ടമായ കടല ഉലർത്ത് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് വെള്ളം വറ്റി വരുന്നത് വരെ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ ഒരടിപൊളി കറിയാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം വേറൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബായ്.